സംസ്ഥാനത്ത് നിപ മരണമുണ്ടായി എന്നുള്ളതാണ്. ചികിത്സയിലുണ്ടായിരുന്ന ഗുരുതരാവസ്ഥയിലായിരുന്ന ആ കുട്ടി മരിച്ചു. പാണ്ടിക്കാട് സ്വദേശിയായിട്ടുള്ള 14-കാരനാണ് ഈ മരണം സംഭവിച്ചത്. കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ചികിത്സയിലായിരുന്നു. വളരെ ദുഃഖകരമായിട്ടുള്ള വാർത്തയാണ്. നിപ മരണം സ്ഥിരീകരിക്കുകയാണ്. സംസ്ഥാനത്ത് ചികിത്സയിലായിരുന്ന വിദ്യാർത്ഥി മരിച്ചു. ഇന്നലെ രാത്രിയാണ് നിപ സ്ഥിരീകരിച്ചത്. ഗുരുതരാവസ്ഥയിലായിരുന്നു എന്നുള്ളത് നമുക്ക് ബോധ്യപ്പെട്ടിരുന്നു. പക്ഷേ എങ്കിൽ പോലും അത് വളരെ ആശങ്കയുണ്ടാക്കുന്ന, വളരെ സങ്കടകരമായിട്ടുള്ള വാർത്ത. നമുക്ക് ആ കുഞ്ഞിനെ രക്ഷിക്കാൻ കഴിഞ്ഞില്ല. ആന്റിബോഡി ഇന്ന് എത്തുമെന്നുള്ള വിവരമൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ആ കുഞ്ഞിനെ നമുക്ക് വീണ്ടെടുക്കാൻ കഴിഞ്ഞില്ല എന്നുള്ളതാണ്. CV അനുമോദ് നമ്മോടൊപ്പം ചേരുന്നു. അനുമോദ്, വളരെ നിരാശ നൽകുന്ന, വളരെ ദുഃഖമുണ്ടാക്കുന്ന ഒരു വാർത്തയാണ്. സംസ്ഥാനത്ത് നിപ മരണം സ്ഥിരീകരിക്കുന്നു. ഇതെപ്പോഴാണ് സ്ഥിരീകരിച്ചത്? എന്താണ് വിശദാംശങ്ങൾ? എൽദോ, നമുക്ക് ആശുപത്രിയിൽ നിന്നും ലഭ്യമായ ഒരു വിവരമാണ് ഈ ദുഃഖകരമായ കാര്യം. ഔദ്യോഗികമായിട്ട് മന്ത്രി അല്പസമയത്തിനകം തന്നെ ഇത് മാധ്യമങ്ങളോട് പറയും എന്നാണ് അറിയുന്നത്. കുട്ടി ഇന്നലെ മുതൽ മഞ്ചേരി കോഴിക്കോട് മെഡിക്കൽ കോളേജിലായിരുന്നു. 11-ാം തീയതിയാണ് ഈ കുട്ടിക്ക് രോഗലക്ഷണങ്ങൾ തുടങ്ങുന്നത്. അന്ന് പനി ഉണ്ടായിരുന്നു. തുടർന്ന് പാണ്ടിക്കാട്ടെ ഒരു സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സ തേടി. പനി വിട്ടുമാറാതിനെ തുടർന്ന് പെരിന്തൽമണ്ണയിലെ സ്വകാര്യ ആശുപത്രിയിൽ കൊണ്ടുവന്നു. 15-ാം തീയതി മുതൽ ഈ കുട്ടി അബോധാവസ്ഥയിലായിരുന്നു. ഫിറ്റ്സ് ഇടയ്ക്ക് വരുന്നുണ്ടായിരുന്നു. അതിനുശേഷം മികച്ച ചികിത്സ ഉറപ്പാക്കാൻ കോഴിക്കോട്ടെ സ്വകാര്യ ആശുപത്രിയിൽ കുട്ടിയെ മാറ്റി. അവിടെ നിന്നാണ് കുട്ടിക്ക് നിപ സ്ഥിരീകരിക്കുന്ന ഒരു സാഹചര്യം വന്നത്. ഇവിടെ എത്തിയിട്ടാണ് സംസ്ഥാനത്തെ ലബോറട്ടറികളിൽ ഈ ഒരു നിപ സ്ഥിരീകരിച്ചുകൊണ്ടുള്ള ഫലം വന്നത്. അതിനുശേഷം ഈ കുട്ടിയുടെ കുടുംബത്തിൻ്റെ ആവശ്യപ്രകാരം കുട്ടിയെ കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക് മാറ്റി. ഇന്നലെ മെഡിക്കൽ കോളേജിലേക്ക് മാറ്റി ചികിത്സകൾ തുടരുന്നു. ഈ കുട്ടി 15-ാം തീയതി മുതൽ അബോധാവസ്ഥയിലാണ് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. വെന്റിലേറ്ററിൻ്റെ സഹായത്തോടെയായിരുന്നു കുട്ടി ജീവിച്ചിരുന്നത്. ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ പറ്റാത്തത്ര ഗുരുതരമായ ആരോഗ്യസ്ഥിതി അതിലേക്ക് എത്തി എന്നുള്ളതാണ് അറിയാൻ കഴിയുന്നത്. എന്നാലും ഇതിനെക്കുറിച്ച് ഔദ്യോഗികമായിട്ടുള്ള ഒരു വിശദീകരണം മന്ത്രി അല്പസമയത്തിനകം മലപ്പുറത്ത് നൽകുമെന്നാണ് നമുക്ക് അറിയാനാകുന്നത്. ഈ ഒരു ഘട്ടത്തിൽ ഏറ്റവും ദുഃഖകരമായ ഈ ഒരു വാർത്ത മെഡിക്കൽ കോളേജിൽ നിന്ന് നമുക്ക് അറിയാൻ കഴിഞ്ഞത് പങ്കുവെക്കുക മാത്രമാണ് ഇപ്പോൾ ചെയ്യുന്നത്. അനുമോദ്, ഈ ഗുരുതരാവസ്ഥയിലായിരുന്നു എന്ന് പറഞ്ഞത്, പക്ഷേ ഈ ആന്റിബോഡിയൊക്കെ എത്തുന്നതിന് മുമ്പ് തന്നെ ഇങ്ങനെ മരണം റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത് വളരെ ദാരുണമാണ്. ഈ കുട്ടിയുടെ സമ്പർക്ക പട്ടികയും അത് വിപുലീകരിക്കുന്ന സാഹചര്യമൊക്കെ ഉണ്ടായല്ലോ. അപ്പോൾ ഇനിയും കൂടുതൽ അടിയന്തര നടപടികളിലേക്ക് നീങ്ങേണ്ട സാഹചര്യമില്ലേ? എന്തോ ഈ കുട്ടി 15-ാം തീയതി മുതൽ ഈ കുട്ടിയുടെ ആരോഗ്യനില വളരെ മോശമായിരുന്നു. അതായത് പെരിന്തൽമണ്ണയിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിച്ചത് മുതൽ ഈ കുട്ടി വെന്റിലേറ്ററിന്റെ സഹായത്തിലായിരുന്നു ജീവൻ നിലനിർത്തിയിരുന്നത്. അവിടെ നിന്നും കുറെ കൂടി മെച്ചപ്പെട്ട ചികിത്സാ സംവിധാനങ്ങൾ നൽകുവാനുമാണ് കോഴിക്കോട്ടേക്ക് വന്നത്. അതായത് 15-ാം തീയതി ഉണ്ടായിരുന്ന ഒരവസ്ഥ അതേപോലെ തുടരുകയും പിന്നീട് മോശമാവുകയും ചെയ്യുകയാണ് ചെയ്തത്. അപ്പോൾ ഏറ്റവും മോശം അവസ്ഥയിൽ എത്തിയിട്ടാണ് ഈ നിപ വൈറസിന്റെ സാന്നിധ്യം തന്നെ കണ്ടെത്തുന്നത്. ഇതിലേറ്റവും ആശങ്ക ഉള്ള കാര്യം ഈ കുട്ടിയുടെ സമ്പർക്ക പട്ടിക, അതിൽ 63 പേർ ഇതിലെ ഹൈ റിസ്ക് കോണ്ടാക്ട് ലിസ്റ്റിലാണ് വന്നിട്ടുള്ളത്. അതായത് ഏറ്റവും സാധ്യതയുള്ള ആളുകളുടെ പട്ടികയിലാണുള്ളത്. ഇത്രയും പേരുടെ പരിശോധന ഈ ദിവസങ്ങളിൽ ഇനി പൂർത്തിയാക്കേണ്ടതുണ്ട്. അതോടൊപ്പം തന്നെ 230ഓളം പേർ ഈ കുട്ടിയുടെ സമ്പർക്ക പട്ടികയിലുണ്ട്. അതായത് ഈ കുട്ടി 11-ാം തീയതി വരെ സ്കൂളിലും ട്യൂഷൻ സെൻ്ററിലൊക്കെ പോയ കുട്ടിയാണ്. കേവലം ഒരു 10 ദിവസം കൊണ്ടാണ് ഈ ഒരു ആ കുട്ടി തന്നെ ഇല്ലാതാവുന്ന സ്ഥലത്തിലേക്ക് സാഹചര്യങ്ങൾ മാറിയത്. അപ്പോൾ വലിയ കുടുംബത്തിന് മാത്രമല്ല നാടിനും എല്ലാവർക്കും ഒരേപോലെ തന്നെ ആശങ്ക നൽകുന്ന തരത്തിലാണ് ഈ രോഗത്തിൻ്റെ ഒരു സാഹചര്യം ഉണ്ടായിരിക്കുന്നത്. കോവിഡ് പോലെയല്ല, കോവിഡ് വ്യാപിക്കുന്ന വേഗത്തിൽ നിപ വ്യാപിക്കില്ല. പക്ഷേ കോവിഡിനേക്കാൾ കൂടുതൽ മരണനിരക്കുള്ള അസുഖമാണ് നിപ. ഇതിൽ രക്ഷപ്പെടാനുള്ള സാധ്യത, ഈ രോഗം സ്ഥിരീകരിക്കുന്നതിന് രക്ഷപ്പെടാനുള്ള സാധ്യത വളരെ കുറവാണ് എന്നാണ് ഡോക്ടർമാർ തന്നെ പറയുന്നത്. പക്ഷേ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഈ കുട്ടിയുടെ മരണം സ്ഥിരീകരിച്ചത് വലിയ വേദനയാണ്. വേദനയ്ക്ക് അപ്പോൾ രക്ഷപ്പെടുത്താനുള്ള എല്ലാ ശ്രമങ്ങളും